സംഘർഷം കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് US സൈനിക ആസ്ഥാനമായ പെന്റഗണിൽ നിന്ന് ഒരു അസാധാരണ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇസ്രയേൽ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ മേഖലയിലെ US സൈനിക നീക്കങ്ങളുടെ മുഖ്യ സൂത്രധാരനെ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നായിരുന്നു ആ വാർത്ത. അമേരിക്കയുടെ മുതിർന്ന സൈനികർ ഭാഗമായ J5 പ്ലാനിംഗ് ഡയറക്ടറേറ്റിന്റെ 11 ഈജിപ്ത് വിഭാഗം തലവൻ കേണൽ നേഥൻ മക്കോർമാക്കിനെയാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അതേ സമയത്ത് തന്നെ അതേ മേഖലയിലെ സൈനിക നീക്കങ്ങളുടെ ആസൂത്രണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സൈനികനെ എന്തിനാകും പെന്റഗൺ ഇത്ര തിരക്ക് പിടിച്ച് മാറ്റിയത്? മക്കോർമാർക്കിനെതിരായ നടപടിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കാം. നേഥൻ മക്കോർമാക്ക് ആള് ചില്ലറക്കാരനല്ല. പശ്ചിമേഷ്യയിൽ നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും സെൻസിറ്റീവായ മേഖലയിലെ US സൈനിക നീക്കങ്ങളുടെ ആസൂത്രണത്തിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സിറിയ, ജോർദാൻ, ലെബനാൻ, ഇസ്രായേൽ, ഫലസ്തീൻ എന്നിവ ചേർന്ന ചരിത്രപരമായ വിശാലമായ ഭൂപ്രദേശത്തെ അടയാളപ്പെടുത്തുന്ന പേരാണ് ലെവൻ. ആ ലെവന്റും ഈജിപ്തും ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശത്ത് ഓരോ നിമിഷവും നടക്കുന്ന സംഭവ വികാസങ്ങളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കണമെന്നും എന്ത് നടപടികൾ കൈക്കൊള്ളണമെന്നും നിർദ്ദേശം നൽകുന്നത് അദ്ദേഹത്തിന് കീഴിലുള്ള ടീമാണ്. 2024 ജൂണിലാണ് മേഖലയിലെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് J5 പ്ലാനിംഗ് ഡയറക്ടറേറ്റിന്റെ തലപ്പത്ത് നെയ്തൻ മക്കോർമാക്ക് നിയമിതനാകുന്നത്. അതായത് ഒക്ടോബർ 7 ആക്രമണം നടന്ന് 7 മാസം കഴിഞ്ഞ് ഗസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്ന അതേ സമയത്താണ് അദ്ദേഹം ആ സുപ്രധാന സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് ലെബനനിലും ഗസയിലും ഇറാനിലും യമനിലും ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങളെല്ലാം മക്കോർമാക്കിന്റെയും അറിവോടെയാകുമെന്ന് ഉറപ്പാണ്. ഹൂത്തികൾക്കെതിരെ ബൈഡനും ട്രംപിനും കീഴിലായി 2 തവണ US പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തുന്നതും J5 പ്ലാനിംഗ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാകും. അത്രയും തന്ത്രപ്രധാനമായ പദവിയിലിരുന്ന ഒരാളെ മാറ്റാനായി ഇപ്പോൾ പറയുന്ന കാരണങ്ങൾ ഏറെ കൗതുകമുണർത്തുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെ വിദേശ നയവും ഇസ്രായേൽ ബന്ധവും US അഡ്മിനിസ്ട്രേഷനിലെ ജൂത ലോബിയുടെ സ്വാധീനവുമെല്ലാം നോക്കുമ്പോൾ വിചിത്രകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ജൂതന്മാർക്കുമെതിരെ ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണത്രേ നടപടിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മാധ്യമമായ ജൂയിഷ് ന്യൂസ് സിൻഡിക്കേറ്റ് അഥവാ JNS ആണ് നെയ്തൻ മക്കോർമാക്കിനെതിരായ വെളിപ്പെടുത്തലുകളുമായി ആദ്യമായി വാർത്ത പുറത്തുവിടുന്നത്. US സൈനികന്റെ പേരിലുള്ള ഒരു ഫേക്ക് എക്സ് അക്കൗണ്ടിലെ പോസ്റ്റുകളാണ് JNS പുറത്തു കൊണ്ടുവന്നത്. മക്കോർമാക്ക് എന്ന യൂസർ നെയിമിൽ നെയ്ത്ത് എന്ന പേരിലുള്ള എക്സ് ഹാൻഡിലിന് പിന്നിൽ മക്കോർമാക്ക് ആണെന്ന് മാധ്യമം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഹാൻഡിലുള്ളത്. ഹോളോകോസ്റ്റ് കുറ്റം ഭയന്ന് ഇസ്രായേലിനെ വിമർശിക്കാൻ ഭയക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെന്നാണ് ഹാൻഡിലെ ഒരു പോസ്റ്റിൽ വിമർശിക്കുന്നത്. അവരുടെ നയങ്ങളും പ്രവർത്തനങ്ങളും വിമർശന ബുദ്ധിയോടെ വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പതിറ്റാണ്ടുകളായുള്ള ഇസ്രായേൽ നടപടികളെല്ലാം വംശീയ ഉന്മൂലനവും വംശഹത്യയുമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിന് പക്ഷേ ആ വിമർശനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിമർശനം തുടരുന്നുണ്ട് ഈ പോസ്റ്റിൽ. 2024 ഏപ്രിലിൽ മക്കോർമാക്ക് മിഡിൽ ഈസ്റ്റ് ദൗത്യം ഏറ്റെടുക്കുന്നതിന് 1 മാസം മുൻപുള്ള ഒരു പോസ്റ്റിൽ US വിദേശ നയവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. നമ്മൾ ഇസ്രായേലിന്റെ ഒറ്റ പോരാളികളായി തുടരണമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഏറ്റവും നീചമായ സഖ്യകക്ഷിയാണ് അവർ. പശ്ചിമേഷ്യ, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ ശത്രുതയല്ലാതെ ഒരു ഗുണവും അവരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ലെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മക്കോർമാക്ക് പദവി ഏറ്റെടുത്ത ശേഷം അതേ സമയത്ത് തന്നെയുള്ള ഒരു പോസ്റ്റിലും സമാനമായ ആലോചനകളും വിമർശനങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അമേരിക്ക ഒരിക്കലും സത്യസന്ധമായ ഒരു ഇടനിലക്കാരല്ല എന്നാണ് വിമർശനം. ഇസ്രായേലിന്റെ മോശം സ്വഭാവങ്ങൾക്കെല്ലാം വലിയ തോതിൽ ശക്തി പകരുകയാണ് നമ്മൾ ചെയ്തതെന്നും പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറത്താക്കി വംശീയ ഉന്മൂലനം നടത്താനാണ് അവരുടെ നീക്കമെന്ന് മറ്റൊരു പോസ്റ്റിലും വിമർശനമുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 25-ന് ഹാൻഡിൽ വന്നൊരു പോസ്റ്റ് നെതന്യാഹുവിനെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നെതന്യാഹുവും അയാളുടെ ജൂത മേലാള കൂട്ടുകെട്ടും ഈ സംഘർഷം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് പോസ്റ്റിൽ വിമർശിക്കുന്നത്. അധികാരം നിലനിർത്തുക, ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുക, ഈ 2 താല്പര്യങ്ങളാണ് അവർക്കുള്ളതെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നു. ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഹാൻഡിലിൽ പലപ്പോഴും നെയ്തൻ മക്കോർമാക്ക് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് JNS റിപ്പോർട്ടിൽ പറയുന്നത്. താൻ ജോയിന്റ് സ്റ്റാഫ് J5 ഇസ്രായേൽ ബ്രാഞ്ചിന്റെ തലവനാണെന്ന് ഒരു യൂസറുടെ ചോദ്യത്തോടുള്ള പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മക്കോർമാക്കിന്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിലെ ചിത്രങ്ങളും നെയിം ടാഗുള്ള യൂണിഫോമും സൈന്യത്തിൽ നിന്ന് ലഭിച്ച അംഗീകാരങ്ങളുമെല്ലാം ഈ ഹാൻഡിലും പങ്കുവച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. JNS റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജൂത സംഘടനാ പ്രതിനിധികളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഇങ്ങനെ പരസ്യമായി പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ രഹസ്യയോഗങ്ങളിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക എന്നാണ് ഒരു US ഡിഫൻസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്. പുറത്തുവന്ന ട്വീറ്റുകൾ ശരിക്കും നിരാശപ്പെടുത്തുന്നതാണെന്ന് ജൂയിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ഓഫ് അമേരിക്ക കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ
ബ്ലേക്ക് ജോൺസൺ പ്രതികരിച്ചു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവുമായി ഉറച്ച ബന്ധമുള്ള പെന്റഗണിന് ചേർന്നതല്ല ഇത്തരം പരാമർശങ്ങളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും JNS റിപ്പോർട്ടിന് പിന്നാലെ നെയ്തൻ മക്കോർമാക്കിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ അന്തിമ റിപ്പോർട്ട് വരെ അദ്ദേഹം സ്ഥാനത്തുണ്ടാകില്ല എന്നാണ് ഒരു പെന്റഗൺ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്.